മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം തുടങ്ങി. ഇന്ന് പുലർച്ചെ ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ പങ്കെടുക്കും. സൗദി സന്ദർശനത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കേരളത്തിലേക്ക് മടങ്ങുന്ന മുഖ്യമന്ത്രി ഈ മാസം 24-ന് ഒമാനും 29-ന് ഖത്തറും സന്ദർശിക്കും. ജലീൽ കണ്ണമംഗലം തത്സമയമുണ്ട്. ജലീൽ, ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിലാണ് പര്യടനം എന്നുള്ളതിന്റെ പ്രാധാന്യം അവിടെയുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ? അനുജ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തി. ഇന്നു മുതൽ ഡിസംബർ 1 വരെയാണ് സന്ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. എന്നാൽ സൗദിയിലേക്ക് സന്ദർശനം നടത്താനുള്ള അനുമതി ഇതുവരെ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പൊതുപരിപാടി നാളെയാണ്. ബഹ്റൈൻ കേരള സമാജത്തിലാണ് പൊതുപരിപാടി ഉള്ളത്. ബഹ്റൈനിലെ മലയാളി സമൂഹത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. വൈകുന്നേരം 6:30-നാണ് പരിപാടി. മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രി സജി ചെറിയാൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി, ഇന്ത്യൻ അംബാസഡർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ പരിപാടിയിൽ, ബഹ്റൈനിലെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഈ പരിപാടിയോട് UDF അനുകൂല സംഘടനകൾ സഹകരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനയായ OICC, മുസ്ലിം ലീഗ് അനുകൂല സംഘടനയായ KMCC തുടങ്ങിയ സംഘടനകളൊന്നും ഈ പരിപാടിയോട് സഹകരിക്കുന്നില്ല. അതിനുള്ള കാരണം പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഈ പരിപാടി. അതോടൊപ്പം തന്നെ നേരത്തെ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ പിണറായി വിജയൻ ബഹ്റൈൻ സന്ദർശിച്ച സമയത്ത് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും പാലിച്ചിട്ടില്ല എന്നും ഈ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഔദ്യോഗിക പരിപാടികളൊന്നും മുഖ്യമന്ത്രിക്ക് ഇല്ല. നാളെയാണ് പൊതുപരിപാടി. ഒക്ടോബർ 24-ന് ആണ് അടുത്ത പരിപാടി. ഒക്ടോബർ 24 മുഖ്യമന്ത്രി ഒമാനിലെത്തും. ഒമാനിലെ മസ്കത്തിലാണ് 24-ന് പരിപാടി. 25-ന് സലാലയിലും 29-ന് ഖത്തറിലും, നവംബർ 5-ന് കുവൈത്തിലും, നവംബർ 8-ന് അബുദാബിയിലും, ഡിസംബർ 1-ന് ദുബായിലുമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.